തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റെറോൺ, അതായത് പുതിയ തലമുറയിലുള്ള പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റെറോൺ പഴയ തലമുറയുള്ള പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഒരുപാട് സ്റ്റഡികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റഡികളല്ല, നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തെളിവിനെക്കുറിച്ചാണ്. അതായത് ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു തെളിവ് നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് അത് മനസ്സിലാക്കാം. അത് വേറെ ഒന്നുമല്ല, ആഡംസ് ആപ്പിളാണ്. അതായത് ഈ സാധനം, അതായത് റൊണാൾഡോ, ജോൺ സീന അവരെയൊക്കെ കണ്ടിട്ടില്ല, അവർക്കൊക്കെ വലിയ ആഡംസ് ആപ്പിളുണ്ട് ഇതുപോലെ. അപ്പോൾ ഈ ആഡംസ് ആപ്പിളും ടെസ്റ്റോസ്റ്റെറോണുമായിട്ട് എന്തായിരിക്കും ബന്ധമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനൊരു വലിയൊരു ബന്ധമുണ്ട്. അതിനു മുമ്പ് എന്താണ് ആഡംസ് ആപ്പിൾ എന്ന് അറിയണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറയാം. അതായത് ഈ ഒരു സാധനത്തിന് ആഡംസ് ആപ്പിൾ എന്ന് പേര് വരാൻ കാരണം ജൂഡോ ക്രിസ്ത്യൻ മിഡിൽ ഈസ്റ്റ്യൻ മതം കാരണമാണ്. അതായത് ദൈവം ആദ്യം മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഏറ്റവും സുന്ദരനായ ഒരു മാലാഖയെ സൃഷ്ടിച്ചു. അവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. അവൻ ഏറ്റവും സുന്ദരനായ ഒരു മാലാഖയായിരുന്നു. അങ്ങനെ ലൂസിഫർ ഒരിക്കൽ ചിന്തിച്ച്, ഞാൻ എന്തിന് ദൈവത്തെ അനുസരിക്കണം, എനിക്കും ദൈവത്തെ പോലെ അതേപോലെ ശക്തനാവണമെന്ന് ഒരു ദുരാഗ്രഹം ലൂസിഫറിൻ്റെ മനസ്സിൽ വന്നു. ഇത് തിരിച്ചറിഞ്ഞ ദൈവം ലൂസിഫറെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ദൈവം ഏദൻ തോട്ടം സൃഷ്ടിച്ച് അവിടെ ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ സൃഷ്ടിച്ച് അതിനുശേഷം അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവൻ്റെ വാരിയിൽ ഊരിയെടുത്ത് ഹൗവ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാം കാണുന്നതെല്ലാം ഭക്ഷിക്കുക, എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. പക്ഷേ ജീവവൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിലെ ഒരു ഫലം മാത്രം കഴിക്കാൻ പാടില്ല. ആ ഫലം കഴിക്കാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ആദവും ഹൗവയും ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യം പുറത്താക്കിയ സുന്ദരനായിട്ടുള്ള മാലാഖയുണ്ടല്ലോ, ദൈവത്തെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ച അയാളെ ലൂസിഫറിനെ പുറത്താക്കി. അപ്പോൾ ലൂസിഫർ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഹൗവയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത്, ദൈവം വിലക്കിയ ആ ഒരു ബലം, ആ ഒരു ഖനി, ആ ഒരു പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും. നിങ്ങൾ ദൈവത്തെ പോലെ ആവാതിരിക്കാനാണ് ദൈവം അത് കഴിക്കരുതെന്ന് പറഞ്ഞ് ഹൗവ എന്നെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ഹൗവ അത് കഴിച്ച് ആദത്തിനും കൂടെ കൊടുക്കും. അപ്പോൾ ആദം അത് കഴിക്കുമ്പോൾ, ആ ബലം കഴിക്കുമ്പോൾ ആദത്തിൻ്റെ തൊണ്ടയിൽ അത് കുടുങ്ങിയിരിക്കും. അത് ഫുള്ള് ആദ്യം ഇറക്കത്തില്ല. ആദം ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണല്ലോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ അതൊരു ആപ്പിളാണ്. ആ ആപ്പിള് ഇങ്ങനെ കഴിച്ചപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. ആ കുടുങ്ങിയിരുന്നതാണ് എന്നാണ് ആ സങ്കല്പം. അതാണ് ഈ ആഡംസ് ആപ്പിൾ എന്നുള്ള പേര് വരാൻ കാരണം ഇതാണ്. അപ്പോൾ ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ഓർഗനോ ഒരു അവയവമൊന്നുമല്ല. ഇതൊരു തരം പ്രൊട്ടക്റ്റഡ് ഷീൽഡാണ്. നമ്മുടെ വോക്കൽ കോഡ് എന്ന് പറയുമല്ലോ. അതായത് ശ്വാസനാളം, അതായത് മറ്റേ ഈ ശ്വാസനാളത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു തരം തരുണാസ്ഥിയാണിത്. തരുണാസ്ഥി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൈമുട്ട് പോലത്തെ അത്രയും ബലമുള്ള അസ്ഥിയല്ല. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അസ്ഥിയാണ്. അതായത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ വലിപ്പം, ഈ വോക്കൽ കോഡൊക്കെ വലുതാകുമ്പോൾ, എന്താണ് ഈ വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് വോയിസ്, ആഴമേറിയ ശബ്ദം. ഇപ്പോൾ ആഴമേറിയ ശബ്ദമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമെന്ന് പറയുമല്ലോ, അതായത് ഡീപ്പ് വോയിസ് എന്ന് പറയും. ഭയങ്കര ആഴത്തിലുള്ള ഗാഢമായ ശബ്ദം. ഈ ശബ്ദം തരുന്നത് വോക്കൽ ബോക്സ് ആണ്. അപ്പോൾ അതിനെ പരിക്ക് പറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു തരുണാസ്ഥിയാണ് ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇത് അവയവമൊന്നുമല്ല. അപ്പോൾ ഈ ആഴമേറിയ ശബ്ദം തരുന്നത് ഈ ആഡംസ് ആപ്പിളാണ്. അതുമാത്രമല്ല, ഇത് ഫോം ആവുന്ന ഒരു ആൺകുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഈ പുരുഷന്മാർക്കാണല്ലോ ഗാഢമായിട്ടുള്ള ശബ്ദം വേണ്ടത്. അപ്പോൾ ഈ ഗാഢമായിട്ടുള്ള ശബ്ദം പുരുഷന്മാർക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റോസ്റ്റെറോൺ പുരുഷന്മാർക്ക് പ്രൊഡക്ഷൻ പ്രായപൂർത്തിയാകുമ്പോൾ കൂടും. അപ്പോൾ ഈ ശ്വാസനാളം വലുതാവും. അതായത് ഈ വോക്കൽ ബോക്സ് ടോട്ടൽ ശ്വാസനാളം തന്നെ വലുതാവും.
ഇത് വലുതായി ആ വോക്കൽ കോഡൊക്കെ ഡീപ്പ് വോയിസ് നല്ല ആഴത്തിലുള്ള ശബ്ദം, അതായത് അറിയാമല്ലേ, നമ്മളൊരു കുട്ടിയായിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ ഈ കുട്ടികളുടെ ശബ്ദം മാറും. നമ്മളൊരു 10 വയസ്സിൽ സംസാരിച്ച ശബ്ദമല്ലല്ലോ കുറച്ചുകൂടെ പ്രായപൂർത്തിയാകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ വന്ന് ഈ വോക്കൽ കോഡ് അവിടെ വികസിക്കും. അപ്പോൾ വോക്കൽ കോഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശ്വാസനാളി അത് വലുതാകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള തരുണാസ്ഥി അത് വലുതാവുന്നതുകൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളി ഇങ്ങനെ കൂർത്തിരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ അടിസ്ഥാന പർപ്പസ്. അപ്പോൾ ഇത് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആഴമേറിയ ശബ്ദം, ഈ വോക്കൽ കോഡ്, വോക്കൽ ബോക്സിൻ്റെ ഈ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്തു പറയാൻ, ഇപ്പോൾ ജനിക്കുന്ന പുരുഷന്മാരെ എടുത്താൽ ഇപ്പോൾ അത് പല സ്റ്റഡികളിലും പറഞ്ഞല്ലോ, പണ്ടത്തെ 70 വയസ്സുകാരൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ആണ് ഇന്നുള്ള 20 വയസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇതുപോലെ ഇരിക്കുന്ന ആഡംസ് ആപ്പിൾ ഇപ്പോൾ ഉള്ള തലമുറയിലുള്ളവർക്കൊക്കെ വളരെ കുറവാണ്, കൂടുതലും അവർക്കും ഇല്ല. അതെന്താണ്? ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അത് 100% ഉറപ്പൊന്നുമല്ല. ഇപ്പോൾ ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ ചിലപ്പോൾ താടി മീശയൊന്നും കാണൂല, പക്ഷെ ഭയങ്കര ടെസ്റ്റോസ്റ്ററോൺ ആയിരിക്കും. മറ്റു ചില ആളുകൾ താടി മീശയൊക്കെ കാണും, പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ കുറവായിരിക്കും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു സൈനാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇത് നല്ല തള്ളിയിരിക്കുന്നില്ല, ഈ തരുണാസ്ഥി ആഡംസ് ആപ്പിൾ നല്ല പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല, അതിൻ്റെ അർത്ഥം അയാൾക്ക് വളരെ കുറവെന്നോ, ഇനി വേറൊരാൾക്ക് തരുണാസ്ഥി ഒന്ന് തള്ളി നിൽപ്പുണ്ട്, അതിൻ്റെ അർത്ഥം അയാൾക്ക് കൂടുതലൊന്നും അർത്ഥമില്ല. പക്ഷേ ഇത് കോമൺ ആയിട്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സ്ട്രോങ് ആയിട്ട് പുറത്തോട്ട് തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ നല്ല മെലിഞ്ഞിരിക്കും തോറും കഴുത്തിൽ ഫാറ്റിൻ്റെ അളവ് കുറയും, കഴുത്ത് ഒരുമാതിരി ഉണങ്ങി സ്ലിം ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾക്ക് തള്ളിയിരിക്കും, അതിൻ്റെ അർത്ഥം അവർക്ക് ഭയങ്കര ഹൈ ടെസ്റ്റോസ്റ്ററോൺ എന്ന അർത്ഥമില്ല. ഇനി വേറെ ചില ആളുകൾക്ക് ഒബിസിറ്റി കാരണം വർക്കൗട്ടും ഡയറ്റൊന്നും ഇല്ലാതെ ഭക്ഷണമൊക്കെ ഒരുപാട് കലറിയൊക്കെ കഴിച്ച്, അപ്പോൾ ഈ കഴുത്തിന് മൊത്തം ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കും, കൊഴുപ്പ് വന്ന് ഒരുമാതിരി ഇരിക്കുക. കണ്ടിട്ടില്ല ചില ആളുടെ കഴുപ്പ് ഇങ്ങനെ മറ്റേ ഇത് മടങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കും. അതെന്താണ്? വർക്കൗട്ടും ഡയറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ, ഇവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലല്ലോ, തിന്ന് കഴുത്തി മൊത്തം എന്താണ് ഈ ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ കഴുത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ ഇതങ്ങ് മാറിഞ്ഞു പോകും. അതായത് കഴുത്തിൽ എൻ്റെയൊക്കെ ഫാറ്റ് ഇല്ല, കഴുത്തിൽ ഫാറ്റ് ഇല്ല, വളരെ സോഫ്റ്റ് സ്കിന്നാണ്, ഫാറ്റേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും തള്ളിയിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാറ്റും ടെസ്റ്റോസ്റ്ററോണുമായിട്ട് ബന്ധമുണ്ട്. ഈ വർക്കൗട്ടും ഡയറ്റൊന്നും ഇല്ലാതെ ഭക്ഷണം കൂടുതൽ തിന്ന് പൊണ്ണത്തടിയായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കുറവായിരിക്കും. ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ സൈനാണ്, ഈ ഫാറ്റ് സ്റ്റോറേജ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ വുമൺ ഉണ്ടല്ലോ, ഈ ട്രാൻസ്ജെൻഡറായിട്ട് മാറുന്ന ചില സ്ത്രീകളുണ്ട്, അവർക്കിത് കാണും. കാരണം അവർ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവരുടെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു പുരുഷനെ പോലെ തന്നെ ആയിരുന്നു, പിന്നീട് അവർ ട്രാൻസ്ജെൻഡറായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ ഈ ആഡംസ് ആപ്പിൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സൈനാണ്. നിങ്ങൾക്ക് എൻ്റെ ചുറ്റുപാടും നോക്കാം, ഇപ്പോൾ പണ്ടുള്ള ആളുകളെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഈ ആഡംസ് ആപ്പിൾ ലാക്കായിട്ട് കാണാം. പിന്നെ ചില പെൺകുട്ടികളൊക്കെ മൈക്കും കൊണ്ട് നടന്നിട്ട് വേറെ പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കും, ഒരു പുരുഷനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഭാഗം ഏതാണ്? ചില പെൺകുട്ടികളൊക്കെ പറയാറുണ്ട് അത് ഈ കാണുന്ന ആഡംസ് ആപ്പിൾ ആണെന്ന്. അത് ഈ ഗാഢമായിട്ടുള്ള ശബ്ദമായിട്ടുള്ള ബന്ധമാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഉണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ആ തരുണാസ്ഥി ഉണ്ട്, പിന്നെ പുരുഷന്മാരുടെ അത്ര ഈ ഗാഢമായിട്ടുള്ള വോയിസും അത്രയും വലിപ്പമുള്ള ശ്വാസനാളം അല്ല, ഈ മറ്റേ വോക്കൽ കോഡൊന്നും അല്ല സ്ത്രീകൾക്ക് ചെറുതായിരിക്കും. പിന്നെ ചില പ്രത്യേക പുരുഷത്വം കൂടിയ ചില ഈ വർക്കൗട്ട് മേഖലയിലൊക്കെ ഉള്ള ചില അത്ലറ്റായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കാണും, പുരുഷൻ്റെ അത്രയൊന്നും കാണൂല. ഇതാണ് ഈ ആഡംസ് ആപ്പിൾ. അപ്പോൾ ഈ സാധനം മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ കാലം മുന്നോട്ട് പോകും തോറും ഇപ്പോൾ ഉള്ള പുരുഷന്മാർക്കൊന്നും ഈ സാധനമേ ഇല്ല, അതായത് ഇത് മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ട് കാലത്ത് ഇതുണ്ട്. ഇപ്പോൾ ഞാൻ അതൊന്നും പറഞ്ഞ ജോൺ സീന, ക്രിസ്ത്യാനോ റൊണാൾഡോ അവരെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഈ ആഡംസ് ആപ്പിൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലൊന്നും ഒരു കാര്യവും ഇല്ല. ആഡംസ് ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുത്തന് പുരുഷത്വം കൂടുതലും ഇല്ല, അവനെന്തോ ബാക്കിയുള്ളവരെക്കാളും മികച്ചവനല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. അതാണ് പുതിയ പഠനം.
ഇത് ചുമ്മാ ഇങ്ങനെ തള്ളിയിരിക്കുന്നേ ഉള്ളൂ. ഇത് തള്ളിയിരുന്നില്ലെങ്കിലും ഒരുപോലെയാണ്. അതാണ് പുതിയ പഠനം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.